ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഇസ്രായേൽ ഹിസ്ബുള്ള എന്ന് പറഞ്ഞ ഈ ഒരു യുദ്ധം 1980 ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു യുദ്ധം, അതായത് ഹിസ്ബുള്ളയും ഇസ്രായേലും നടക്കുന്നത്. അപ്പോൾ 2006 നടന്ന യുദ്ധത്തിനെക്കാട്ടിലും ഏറ്റവും വലിയ രൂക്ഷമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഏകദേശം 1000-ഓളം എത്തി എന്നാണ് പറയപ്പെടുന്ന മരണസംഖ്യ. അത് മാത്രമല്ല, ഹിസ്ബുള്ളയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ലീഡറായ ഇബ്രാഹിം കൊസാബി എന്ന് പറയുന്ന ഒരാളും കൂടെ മരണപ്പെട്ടിരിക്കുന്നു. അത് മാത്രമല്ല, ഈ ഒരു യുദ്ധം എത്രമാത്രം വലിയ രൂക്ഷമായി മുന്നോട്ട് പോയാലും ഇസ്രായേലിന് എതിരെ ഒരു അടി പോലും വെക്കാൻ വേണ്ടി ഇറാനോ അല്ലെങ്കിൽ സൗദി അറേബ്യയോ മുന്നോട്ട് വരില്ല എന്നുള്ള കാര്യം നിങ്ങളെല്ലാം മനസ്സിലാക്കണം. അപ്പോൾ ഇതിന്റെ പിന്നിൽ കുറേയധികം റീസൺസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ഈ യുദ്ധത്തിനെ കുറിച്ചുള്ള കുറെ ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സുകളുമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ ഇട്ടെടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാനുള്ളത്, അതായത് ഇന്നലെ നമ്മൾ ലെബനന്റെ ഒരു കംപ്ലീറ്റ് ഹിസ്റ്ററി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് ഒന്ന് കണ്ടു നോക്കുക. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ യുദ്ധത്തിനെ കുറിച്ചുള്ള കുറെ ഇമ്പോർട്ടന്റ് ആയ അപ്ഡേറ്റ്സുകളും എന്തുകൊണ്ടാണ് അതായത് ലെബനനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതായത് സൗദി അറേബ്യയോ അല്ലെങ്കിൽ ഇറാനോ മുന്നോട്ട് വരാത്ത എന്നുള്ള കാര്യങ്ങളെല്ലാം അതിലൊരു ചെറിയ ഹിന്റ് ഉണ്ട്. അതിന്റെ ബാക്കിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും നോക്കുകയാണെങ്കിൽ ഇറാനാണ്. അപ്പോൾ ഇത്രയും നാളുകൾ ഇറാൻ പറഞ്ഞ കാര്യം എന്താണ്? അതായത് ഹിസ്ബുള്ളനെ ഡയറക്റ്റ് ആയിട്ട് ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുമായിട്ട് നിങ്ങൾ നേരിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും എന്ന് പറയുന്ന ഒരു സ്ട്രോങ് അലർട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് വാർണിംഗ് എല്ലാം കൊടുത്തിരുന്നു. എന്നാൽ ഹിസ്ബുള്ളക്കെതിരെ ഇപ്പോൾ നല്ല രീതിയിലുള്ള അറ്റാക്ക് എല്ലാം ഇസ്രായേൽ മുന്നോട്ട് വന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യം നോക്കി ഹിസ്ബുള്ള ഡയറക്റ്റ് ആയിട്ട് ഇറാന്റെ അടുത്ത് ആവശ്യപ്പെട്ട കാര്യം എന്താണെന്നറിയുമോ? അപ്പോൾ ഒറ്റ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഈ ഒരു തീവ്രവാദി സംഘടനയെ ഈ ലോകത്ത് തന്നെ ഇസ്രായേൽ ഇല്ലാണ്ടാക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളും അറ്റാക്കുകൾ തുടങ്ങുക. അപ്പോൾ രണ്ടുപേരുള്ള, അതായത് ഒന്ന് ഹമാസിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഹിസ്ബുള്ളന്റെ ഭാഗത്തുനിന്നും. ഹമാസ് ഇപ്പോൾ ഇല്ല എങ്കിലും ചെറിയ രീതിയിലുള്ള അറ്റാക്കുകളെല്ലാം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു രീതിയിലും അതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്തുനിന്നും 3 തരത്തിലും അറ്റാക്കുകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു യുദ്ധം നമുക്ക് ഇച്ചിരി കൂടെ സ്ട്രോങ് ആവും എന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒരു റിക്വസ്റ്റിനെ ഇപ്പോൾ ഇറാൻ കംപ്ലീറ്റ് ആയിട്ടും റിജക്ട് ചെയ്ത് ഇപ്പോൾ യുദ്ധം ചെയ്യാൻ അവർ റെഡിയല്ല എന്നുള്ളൊരു കാര്യം അവർ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നും? അപ്പോൾ ഇതിന്റെ പിന്നിലാണ് നമ്മൾ നോക്കേണ്ടത് ഈ ലെബനൻ എന്ന് പറയുന്ന രാജ്യം. അതായത് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 3 പ്രധാനപ്പെട്ട ശക്തികളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ക്രിസ്ത്യൻസ് ആൾക്കാരും അതുപോലെ തന്നെ ഷിയ മുസ്ലിംസ്, സുന്നി മുസ്ലിംസ്. അപ്പോൾ ഈ 3 പേർക്കും ഇവർ തമ്മിലുള്ള ഒരു തരത്തിലും ഒരു യോജിപ്പില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ അറബ് രാജ്യം, അതായത് സൗദി അറേബ്യ ആണോ ഇറാനാണോ എന്നുള്ള ഒരു തർക്കം ഇന്നും അവിടെയുണ്ട്. ഇറാൻ പറയും പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾ വേണമെന്ന്, എന്നാൽ സൗദി അറേബ്യ ഇതിനെ കംപ്ലീറ്റ് ആയിട്ടും എതിരായി പറയും. അതായത് സുന്നി മുസ്ലിം ചെയ്യാൻ സൗദി അറേബ്യനെ കൊണ്ട് മാത്രമോ കഴിയുള്ളൂ എന്ന് പറയും. കാരണം സൗദി അറേബ്യ സുന്നി മുസ്ലിംസിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഇറാനാണെങ്കിൽ ഷിയ മുസ്ലിംസ് ആണ്. ഇവർ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യില്ല. ഇവർ തമ്മിൽ തന്നെ മിഡിൽ ഈസ്റ്റിൽ വലിയ പ്രശ്നവും അതുപോലെ തന്നെ യുദ്ധമെല്ലാം ഉണ്ട്. പക്ഷെ ആ യുദ്ധം പുറത്തോട്ടില്ല, അത് ഇന്റേണൽ പരമായിട്ടാണ് ആ യുദ്ധം നടക്കുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമേരിക്കൻ ഇലക്ഷൻ ഈ നവംബറിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള അവിടുത്തെ കണക്കുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ 50-50% ആണ്. അതായത് ഒന്ന് കമല ഹാരിസിനും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിനും ഏകദേശം 50-50% ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നവര് ഡൊണാൾഡ് ട്രംപാണ് ജയിക്കാന്ന് പറയും. കമല ഹാരിസിനെ സപ്പോർട്ട് ചെയ്യുന്ന ന്യൂസ് ചാനലെല്ലാം തന്നെ കമല ഹാരിസ് എന്ന് പറയും. അപ്പോൾ ട്രംപ് വരികയാണെങ്കിൽ ഈ യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള ചേഞ്ചസ് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ഇറാന് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഡയറക്റ്റ് ആയിട്ട് ഇറാൻ ഉള്ളിലോട്ട് വരാത്തത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഹിസ്ബുള്ളനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി, അതായത് ഇസ്രായേലിന് വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല. അതായത് ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇസ്രായേലിന് മുന്നിൽ ഒരു ചെറിയൊരു സംഘടന മാത്രമാണ്, ഒരു തീവ്രവാദി സംഘടനയെ പോലെ ഒരു ചെറിയൊരു സംഘടന മാത്രമാണ്. ഇസ്രായേൽ ഒന്ന് തുണിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ ഹമാസിനെ എങ്ങനെ ഇല്ലാണ്ടാക്കിയോ അതേ രീതിയിൽ തന്നെ ഇസ്രായേലിന് ഹിസ്ബുള്ളനെ തീർക്കാൻ കഴിയുന്നുള്ളൂ. കാരണം ഹിസ്ബുള്ളന്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 1.5 ലക്ഷത്തോളം അവരുടെ മിസൈൽസുകൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഹിസ്ബുള്ള തന്നെ വലിയ രീതിയിൽ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് തിരിച്ച് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒന്നാമത്തത് അവരുടെ പേജർ അറ്റാക്ക്, അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള വാക്കി ടോക്കി, TV, അതുപോലെ തന്നെ സോളാർ പാനലുകൾ, ഇങ്ങനെയുള്ള തുടർന്ന് ഇങ്ങനെയുള്ള അറ്റാക്കുകൾ നടത്തിക്കൊണ്ട് സൈക്കോളജിക്കൽ പരമായിട്ട് ആദ്യം തന്നെ ഹിസ്ബുള്ളനെ ക്ഷീണിപ്പിച്ചു എന്നുള്ളത് ഇസ്രായേലിന് വലിയൊരു വിജയമായി മാറി. അപ്പോൾ ഇത് നെതന്യാഹുവിനും വളരെ ഒരു നല്ല പോസിറ്റീവ് കാര്യമാണ്. അത് ഒക്ടോബർ 7 കഴിഞ്ഞ വർഷം നടന്ന ആ ഒരു അറ്റാക്കിൽ നെതന്യാഹുവിന് വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തൽക്കാലമായിട്ട് ഈ വാർ തീരുന്നോടം വരെയുള്ള കമ്മിറ്റിയാണ്. അപ്പോൾ ഈ വാർ എപ്പോൾ അവസാനിക്കുന്നോ അവിടെ പുതിയൊരു ഇലക്ഷൻ നേരിടേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ഇലക്ഷൻ വരികയാണെങ്കിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നെതന്യാഹുവിനെ അത് വലിയ ക്ഷീണമാണെന്നറിയാം. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന് അവിടെയുള്ള ജനങ്ങളുടെ അടുത്ത് എങ്ങനെയും ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരണം. അത് മാത്രമല്ല, നെതന്യാഹുവിന് മറ്റൊരു പ്രശ്നവും കൂടെ അവിടെ നേരിടുന്നുണ്ട്. അതായത് ഈ ഹിസ്ബുള്ള ഇസ്രായേൽ ഹമാസ് എന്ന് പറയുന്ന ആ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ നോർത്തേൺ ഇസ്രായേലുള്ള ആൾക്കാർക്കെതിരെ ഇവർ അറ്റാക്കുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേ ഇരുന്നു. ഇതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അതായത് ഈ നോർത്തേൺ ഇസ്രായേലുള്ള ആൾക്കാരെല്ലാം തന്നെ ഇസ്രായേലിനെ അവിടുന്ന് ഡിസ്പ്ലേസ്മെന്റ് ചെയ്യേണ്ടി വന്നു. ആൾക്കാരെല്ലാം തന്നെ ഏകദേശം 1 വർഷത്തോളമായി
അവിടെ നിന്ന് ഇറക്കി മറ്റൊരു സ്ഥലത്തോട്ട് ഡിസ്പ്ലേസ്മെന്റ് ചെയ്തത്. ഇപ്പോൾ അവിടെയുള്ള ജനങ്ങൾ തന്നെ ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ്. അതായത് ഒന്നെങ്കിൽ ഹിസ്ബുള്ളനെ അറ്റാക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടും അവരെ റിമൂവ് ചെയ്ത് നോർത്തേൺ ഇസ്രായേലിലോട്ട് ഞങ്ങളെ തിരിച്ചു പോകാൻ അനുവദിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ നെതന്യാഹു ഇറങ്ങി പുതിയൊരാൾ വന്നിട്ട് ഈ യുദ്ധം എല്ലാം തന്നെ ഒന്ന് മാറ്റിമറിക്കണം. അല്ലാണ്ട് അവർക്ക് ഈ യുദ്ധം നിർത്തണം എന്നുള്ളത് ഇസ്രായേലിലുള്ള അതായത് ജൂയിഷ് പീപ്പിളിന് ഒരിക്കലും ആഗ്രഹമൊന്നുമില്ല. കാരണം അവർക്ക് അവരുടെ സെക്യൂരിറ്റി ഫസ്റ്റ് ആണ്. അതായത് അവരുടെ രാജ്യം അവർ കുറെ കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവർ വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്തിന് സെക്യൂരിറ്റി തന്നെയാണ് അവർക്ക് മുന്നിലുള്ളത്. പക്ഷെ ഇപ്പോൾ നടക്കുന്ന ആ ഒരു യുദ്ധം അവർക്ക് ഇന്റൻസീവ് അല്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതായത് ഈ ഒരു അറ്റാക്കുകളൊന്നും നടത്തിയാൽ പോരാ, ഇനിയും കൂടുതലായി ഇന്റൻസീവ് അറ്റാക്കുകൾ നടത്തി ഹിസ്ബുള്ള അതുപോലെ തന്നെ ഹമാസ് ഇങ്ങനെയുള്ള തീവ്രവാദി സംഘടനയെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടും റിമൂവ് ചെയ്താൽ മാത്രമോ ഇസ്രായേലിന് ഒരു പീസ്ഫുൾ കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇസ്രായേലിന് എങ്ങനെയും ഈ യുദ്ധം നിൽക്കരുത്, അതിനുവേണ്ടിയാണ് അവർ പരമാവധി ഇറാനെ ഇതിലോട്ട് വലിച്ചഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിന്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു അതായത് ഹമാസിന്റെ സീനിയർ ലീഡറായ ഇസ്മായിൽ ഹനിയ അതായത് ഇറാനിൽ പോയപ്പോൾ അവിടെ വെച്ച് കൊല്ലപ്പെട്ടത്. അതായത് ഇസ്മായിൽ ഹനിയ ഖത്തറിൽ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ പല രാജ്യങ്ങളിലോട്ടും പോയിട്ടുണ്ട്. പക്ഷെ ഇറാനിൽ പോയപ്പോൾ തന്നെ അറ്റാക്കുകൾ നടത്തിയതിന്റെ പ്രധാന കാര്യം ഇത് തന്നെയാണ്. ഇറാനും ഒരു വശത്ത് പേടിച്ചിരിക്കുകയാണ്. അതായത് ഒരു വശത്ത് ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഹിസ്ബുള്ളന്റെ പേജറുകൾ, വാക്കി ടോക്കികൾ ഇങ്ങനെയുള്ള എല്ലാ ഉപകരണങ്ങളും ഇവിടെ എക്സ്പ്ലോർഡ് ആയി കഴിഞ്ഞപ്പോൾ ഇറാന്റെ ഏതെല്ലാം കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോർഡ് ആവും, അതുപോലെ തന്നെ എന്തെല്ലാം സ്പൈ വർക്കുകൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ അവരും പേടിയാണ്. അതുകൊണ്ട് അവർക്ക് എങ്ങനെയും ഇപ്പോൾ അവരുടെ ആ ന്യൂക്ലിയർ ശക്തിയിലോട്ട് അവർക്ക് എത്തിച്ചേരണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇറാനിൽ വരുന്ന ന്യൂസ് എല്ലാം തന്നെ എങ്ങനെയും US-ഉമായി ചർച്ച ചെയ്ത് ആ ഒരു ട്രീറ്റ് സൈൻ ചെയ്യണം. അവർക്കും അറിയാം അതായത് ട്രംപ് വരികയാണ്, പക്ഷെ ആ ഒരു ട്രീറ്റ് അടുത്ത 5 വർഷത്തിനും കൂടെ ലാഗായി നിൽക്കും. അല്ലാണ്ട് അവർക്ക് ആ ടെക്നോളജി ഒന്നും കിട്ടാൻ സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് ട്രംപ് വരുന്നതിന് മുമ്പ് അവർക്ക് എങ്ങനെയും ഇതൊന്ന് സാധിച്ചു തീർക്കണമെന്ന് ഇറാന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ഇറാൻ ഇതിലോട്ട് വരാൻ റെഡിയല്ല. കാരണം ഇറാൻ അറിയാം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇറാൻ എന്ന് പറയുന്ന രാജ്യം എങ്ങനെ ഗാസയിൽ പറ്റുന്നോ അതേ രീതിയിൽ തന്നെ ഇറാനും പറ്റും. അതായത് ഇറാന്റെ അടുത്ത് അതായത് ഇറാൻ ഇങ്ങനെ പറയൽ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഇറാന്റെ അടുത്ത് ഇന്ന് ഇസ്രായേലിനെ എതിർത്ത് നിൽക്കാനുള്ള വെപ്പൺസോ അങ്ങനെ ഒരു കാര്യവും ഇറാന്റെ അടുത്ത്. അതായത് അവരുടെ പ്രസിഡന്റ് ആക്സിഡന്റ് ആയ ഒരു ഹെലികോപ്റ്റർ അടക്കം ഇന്ന് ഇറാൻ മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. അതായത് അതിന്റെ സ്പെയർ പാർട്സ് പോലും കിട്ടാനില്ല. അങ്ങനത്തെ അത്രമാത്രം ഓൾഡർ ടെക്നോളജിയാണ് ഇറാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ വെപ്പൺസ് എല്ലാം തന്നെ ഓൾഡർ ആണ്. അപ്പോൾ ഇത് വെച്ച് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത് പറ്റില്ല. എന്നാൽ ഇവിടെ സൗദി അറേബ്യ മുന്നോട്ട് വരാത്ത കാരണം എന്താ വെച്ചാൽ അതായത് സൗദി അറേബ്യക്ക് അറിയാം ഹിസ്ബുള്ള മൊത്തം ഷിയ മുസ്ലിംസ് ആണ്. അപ്പോൾ ഷിയ മുസ്ലിംസിനും സുന്നി മുസ്ലിംസിനും ഒരിക്കലും ഒരു യോജിപ്പില്ലാത്ത കാര്യങ്ങളാണ്. എങ്ങനെയും ഷിയ മുസ്ലിംസിനെ കൊന്നുകളയണമെന്നാണ് സുന്നി മുസ്ലിംസിന്റെയും, സുന്നി മുസ്ലിംസിനെ കൊന്നുകളയണമെന്നാണ് ഷിയ മുസ്ലിംസിന്റെയും ആഗ്രഹം. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അതായത് ഹിസ്ബുള്ളനെ കൊന്നു കഴിഞ്ഞാൽ അത് അത്രോളം നല്ലൊരു കാര്യമാണ്. അത് സൗദി അറേബ്യക്ക് അറിയാം. അതുപോലെ തന്നെ ഈ ലെബനൻ ജീവിക്കുന്ന ക്രിസ്ത്യൻസ് ആണെങ്കിലോ അവർക്ക് ഇതിൽ വലിയ പ്രശ്നമില്ല. അതായത് ആരോ അവിടെ വെടിവെപ്പ് നടത്തുന്നു, അതിൽ കുറെ മുസ്ലിംസ് മരിക്കുന്നു. അല്ലാണ്ട് അതായത് ഈ ലെബനൻ എന്ന് പറയുന്ന രാജ്യം പാരീസ് ഓഫ് ദ മിഡിൽ ഈസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യമായിരുന്നു. അപ്പോൾ അവിടെയെല്ലാം തന്നെ നശിപ്പിച്ചത് ഇതേ മുസ്ലിംസ് കാരണമാണെന്നാണ് അവിടെയുള്ള ക്രിസ്ത്യൻസ് വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവർക്കും അതായത് ഈ ഷിയ മുസ്ലിംസോ ഏതെങ്കിലും ഒരു മുസ്ലിംസ് കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ അതായത് തിരിച്ച് അവരുടെ ഭൂരിപക്ഷം അവിടെ കിട്ടുകയും അതുപോലെ തന്നെ ഈ ഷിയ മുസ്ലിംസും സുന്നി മുസ്ലിംസും ഭരിക്കുന്ന ഈ പ്രൈം മിനിസ്റ്ററിനെയും അവരെല്ലാം തന്നെ എടുത്തു കളയാനും പറ്റുമെന്നുള്ളത് അവർക്കും അറിയാം. അതുകൊണ്ട് അവരും ഈ ഹിസ്ബുള്ളനെ ഡയറക്റ്റ് ആയിട്ടൊന്നും സപ്പോർട്ട് ചെയ്യില്ല. അത് മാത്രമല്ല ഇനി മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അതായത് ഇപ്പോൾ ഒരു ഇലക്ഷൻ നിൽക്കുകയാണെങ്കിൽ അത് നെതന്യാഹുവിന് വലിയൊരു ക്ഷീണമാണ്. അപ്പോൾ എങ്ങനെയും ഹിസ്ബുള്ളനെ ഏകദേശം ഒന്ന് അടിച്ച് അവർക്ക് വലിയ അറ്റാക്കുകളൊന്നും നടത്താൻ പറ്റാത്ത രീതിയിലാക്കി ആ നോർത്തേൺ ഇസ്രായേലിലുള്ള ആൾക്കാരെല്ലാം തന്നെ അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ അടുത്തൊരു ഇലക്ഷനിൽ നെതന്യാഹുവിന് ഒരു പോസിറ്റീവ് റിവ്യൂ കിട്ടും. അത് മാത്രമല്ല ഇസ്രായേലിന് തന്നെ മറ്റൊരു പ്ലാൻ ഉണ്ട്. അതായത് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത് അതായത് ഇപ്പോഴുള്ള ഇസ്രായേലിനെക്കാട്ടിലും ഇച്ചിരി കൂടെ വലിയൊരു ഇസ്രായേലാക്കി മാറ്റണം. അപ്പോൾ അതിലുള്ള പ്ലാനിലും അവർ മുന്നോട്ട് പോവാണ്. അതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ഇറക്കുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ അതായത് ഈ സൗദി അറേബ്യയിൽ തന്നെ അമേരിക്കനും സപ്പോർട്ട് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഇസ്രായേലിനെ അതായത് ഒരു രാജ്യമായി അംഗീകരിച്ചിട്ടുള്ള എന്ന് പുറമെ പറയുന്നുണ്ടെങ്കിലും അവർക്കെല്ലാം തന്നെ ഉള്ളിൽ ഇസ്രായേലും അതുപോലെ തന്നെ ഈ അമേരിക്കയെല്ലാം തന്നെയാണ് അവരുടെ മുന്നിലുള്ള ലക്ഷ്യം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നില്ലെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. സീ യു നെക്സ്റ്റ് വീഡിയോ.